കീ ബാറ്ററിയുടെ പ്രശ്നമാണെങ്കിൽ നിങ്ങളല്ലേ ചെക്ക് ചെയ്യേണ്ടത്. 2 ആഴ്ച മുന്നേ ഞാൻ സർവീസിന് തന്നല്ലേ ഉള്ളൂ. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായില്ലെങ്കിൽ ഞാൻ റോഡിൽ കിടക്കണോ? ഞാനിവിടെ ബസ് സ്റ്റാൻഡിന് മുമ്പിലാ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് വേഗം എന്നെ അറിയിക്കും. ചേട്ടാ ചേട്ടാ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. ആ ഫോണൊന്നും തരുമോ? ഫോണൊന്നും തരാൻ പറ്റില്ല. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? Key not detected. കൊള്ളാലോ. ഹലോ ഹലോ താങ്ക്സ് ചേട്ടാ. ഹലോ, ഒരു ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാ എന്റെ ഫോൺ തല്ലി പിടിക്കല്ലേ? അതിന് തന്നെ കുട്ടി കരയല്ലേ? അതെ, അല്ല ഫോൺ പതുക്കെ തന്നാ മതി, കുഴപ്പമില്ല. കുട്ടി കരയാതെ. അനിലേ സാർ, കരയണ്ട, ഫോൺ പതുക്കെ മതി. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല സാറേ. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ വഴക്കുമായോ? അയ്യോ, ഞങ്ങൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഈ കുട്ടിയെ ഇപ്പം കണ്ടതേ ഉള്ളൂ. ഇയാളെന്തിനാ ഈ കുട്ടിയെ കരയിപ്പിച്ച്? ഞാൻ കരയിച്ചിട്ടൊന്നുമില്ല സാറേ. എൻ്റെ അടുത്ത് കോൾ ചെയ്യാൻ ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞു, ഞാൻ ഫോൺ കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ലേ? ആണാ മോളെ, അത്രേ ഉള്ളോ? ഇയാൾ വല്ല ഇടങ്ങേറും കാണിച്ചോ? അതെ സാറേ, വേണ്ട അതിനും പറയല്ലോ. SP രാജ്കുമാർ സാറ് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ. ആര്? SP രാജ്കുമാർ. അതിന് ഞാൻ എന്ത് വേണം? ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ സാറിൻ്റെ ഫ്രണ്ട് ആരാണെന്ന്. എല്ലാ കാശുകാരന്മാർക്കും ഒരു ധാരണയുണ്ട്. ഏതെങ്കിലും ഒരു SP-യുടെ പേര് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അങ്ങ് പേടിച്ചു പോകും. ആ ഗണത്തിൽപ്പെട്ട ആളല്ല ഈ SI മധുബാബു. മനസ്സിലായ? സാർ, സാർ, ആ കാറും കോട്ടും കണ്ടോ? വലിയ പുള്ളി എന്നാ തോന്നുന്നത്. അയ്യപ്പനും കോശിയും പോലെ ആവാതെ സൂക്ഷിക്കണം. സൂക്ഷിക്കാല്ലേ? ആ, സൂക്ഷിക്കണം. ഓക്കെ ഓക്കെ. മോളെ, മോളുടെ പ്രശ്നം പറ. ഈ അങ്കിളിനോട് പറ. കുഴപ്പമില്ല സാർ. അല്ല അങ്കിള്, ഈ ചേട്ടൻ എനിക്ക് ഫോൺ ഹെൽപ്പ് ചെയ്താ. ആ കണ്ടോ സാറേ. പിന്നെന്തിനാണ് മോള് കരഞ്ഞത്? ഇന്നെ കല്യാണം നടക്കണ്ടായിരുന്നു, പക്ഷെ ചെക്കൻ വന്നില്ല. ഇവിടെ തിരുവനന്തപുരത്തുണ്ട് ആള്. അവനെന്തോ പ്രശ്നപ്പെട്ടിരിക്കാന്ന് എനിക്കറിയാം. അല്ലാതെ സിജൻ എന്നോട് ഇങ്ങനെ ചെയ്യൊന്നുമില്ല. ഒളിച്ചോട് മാത്രം എന്താ ഉണ്ടായെന്ന് എനിക്ക് അറിയണ്ടേ. എനിക്ക് അവനെ കണ്ടുപിടിക്കണം. ചേടാ, ഇത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ. എൻ്റെ മൂഡ് പോയി സാറേ. ഏ, എൻ്റെ മൂഡ് പോയി. മൂഡ് പോയെന്നോ? മോളെ,
അച്ഛന്റെയോ വീട്ടുകാരുടെയോ ആരുടെയെങ്കിലും നമ്പർ ഉണ്ടോ? അങ്കിൾ ഒന്ന് വിളിക്കട്ടെ. ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞിട്ട് തന്നെ വന്നത്. മോളൊരു കാര്യം ചെയ്യ്, സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കും. പോലീസ് പരാതിപ്പെടാണെങ്കിൽ അവിടുന്ന് പരാതിപ്പെട്ട് വന്നാൽ പോരെ, ഇവിടെ വരേണ്ട ആവശ്യമുണ്ടോ? ശരിയാ, കറക്റ്റ്. എന്ത് കറക്റ്റ്? മോള് പറ. സിനിമ ഞാൻ കണ്ടുപിടിച്ചോളാം അങ്കിള്. മോള് തൽക്കാലം തിരിച്ചു പോകുന്നതല്ലേ മോക്ക് നല്ലത്? എൻ്റെ കയ്യിൽ സിജി താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് അഡ്രസ് ഒക്കെ ഉണ്ട്. അവിടെ ഒരു അന്വേഷണം ഞാൻ തിരിച്ചു വെക്കോളാം. സിജിനെ ചതിക്കൊന്നുമില്ല, അതെനിക്ക് ഉറപ്പാ. എനിക്ക് ഉറപ്പാ സാറേ. ആ, ഉറപ്പാ. ആ. സാറേ, സി എ ആ സാർ. ഇല്ല സാർ. സാർ ഉടൻ കണ്ടുപിടിക്കാം സാർ. ഉറപ്പ് സാർ, ഉറപ്പ് സാർ. വലവീശി കഴിഞ്ഞു. പിടി അങ്ങോട്ട്. ഓ ഓ എന്റെ പൊന്നു മോളെ MLA-യുടെ അനിയന്റെ മോളെ കാണാനില്ല. ആ കൊച്ചിന് 17 വയസ്സേ ഉള്ളൂ. നാളെ 18 വയസ്സാവും. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ നാളെ. അതൊരു പാവം കുട്ടിയാണ്. മോളൊരു കാര്യം ചെയ്യ്, തൽക്കാലം പോലീസ് സ്റ്റേഷനിൽ പോയിരും. തൊട്ടടുത്താണ് പോലീസ് സ്റ്റേഷൻ. ആളെ കണ്ടുപിടിക്കാം. മോള് പേടിക്കണ്ട. ഇപ്പൊ അങ്കിളിന് ഇങ്ങനെ ഒരു അർജന്റ് കേസില്ലായിരുന്നെങ്കിൽ അങ്കിള് തന്നെ കണ്ടുപിടിച്ചേനെ. സാറേ, സാറൊരു ഉപകാരം ചെയ്യാവോ? ഈ കുട്ടിയെ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് ആക്കി കൊടുക്കണം. അല്ലേ? വാ സാർ, കാണാം. നോർത്തിൽ വല വീശിയായിരുന്നോ? അയ്യോ ഇല്ല സാർ. വീശണം. വീശാം. ചേട്ടാ താങ്ക്സ്. ചേട്ടാ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്നെ ഈ അഡ്രസ്സിലേക്ക് ഒന്ന് കൊണ്ടുവിടുവോ? ഇവിടെയുള്ള വേറെ ആരൊന്നും ഓക്കെ ആയിട്ടൊന്നും തോന്നില്ല. ഞാനൊരു ഊബർ ബുക്ക് ചെയ്ത് തരാം. സ്റ്റേഷനോട് അടുത്താ, അങ്ങോട്ട് പോയാൽ മതി. അവർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഹലോ, പറയടാ. എടാ സിദ്ധു, നീ കൊടുത്ത പ്രൊപ്പോസലല്ലേ, അത് അപ്രൂവലായി. സംഗതി കൺഫേം. എപ്പോ? ഞാനിപ്പോ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതുള്ളൂ. നീ മെയിൽ ഒന്ന് ചെക്ക്. വാവ്, താങ്ക് ഗോഡ്. അളിയ, ലോട്ടറിയാണ് അടിച്ചിരിക്കണത്. ചെലവുണ്ട്. ആ, അതൊക്കെ തരാം. ഇത് കഴിയട്ടെ. ഓക്കെ. ഓക്കേടാ. താങ്ക്സ് ഡാ. ശരി എന്നാ. കലക്കി. ഹലോ. ആ, അഡ്രസ് ഉണ്ടെന്നല്ലേ പറഞ്ഞ കയ്യിൽ? ആ. കയറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഹലോ, പതുക്കെ അടച്ചാൽ മതി. സോറി ഏട്ടാ, ഞങ്ങളുടെ നാട്ടിലേക്ക് ജീപ്പായോണ്ട് അതെനിക്ക് ശീലം. സോറി. ഇതിനകത്ത് എല്ലാം വളരെ പതുക്കെ ചെയ്താൽ മതി.